ഗസയിലെ വെടിനിർത്തൽ എന്നുണ്ടാകുമെന്ന് ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ഗസയിലൊരു വെടിനിർത്തൽ സാധ്യമാക്കാനുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഈ വെടിനിർത്തൽ പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് ലോകം. വെടിനിർത്തൽ കരാർ വ്യവസ്ഥകളിൽ ഹമാസും ഇസ്രായേലും തത്വത്തിൽ ധാരണയിലെത്തി എന്നാണ് റിപ്പോർട്ട്. 3 ഘട്ടങ്ങളിലായുള്ള വെടിനിർത്തൽ കരാറിൽ ഗസയിൽ നിന്നുള്ള ഇസ്രായേൽ സൈനിക പിന്മാറ്റവും ഉൾപ്പെടും. കെ സുഹൈൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. സുഹൈൽ, 3 ഘട്ടങ്ങളിലായാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാർ ആലോചിക്കുന്നത് എന്ന് പറയുന്നു. അതിൽ ആദ്യ ഘട്ടം ഏതായിരിക്കും? ഏറ്റവും അധികം ഉറ്റുനോക്കുന്നത് ഇത് എപ്പോൾ പ്രാബല്യത്തിൽ വരുമെന്നാണ്. ആ ഒരു രീതിയിലേക്ക് അത്തരമൊരു കാര്യങ്ങളിൽ ഒരു അഭിപ്രായം പറയാനുള്ള സമയമായോ? ഏത് സമയത്ത് വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്? ജിൽസി, അടുത്ത തിങ്കളാഴ്ചയാണ് അമേരിക്കയിൽ US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലേറുന്നത്. അതിനു മുമ്പ് വെടിനിർത്തൽ സാധ്യമാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ലോകമുള്ളത്. അതിനായുള്ള വലിയ സമ്മർദ്ദം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതിനിധികളും ബൈഡൻ്റെ പ്രതിനിധികളും നെതന്യാഹുവിനുമേൽ കടുത്ത സമ്മർദ്ദമാണ് ഇപ്പോൾ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വെടിനിർത്തലിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ നൽകുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ രാത്രിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും സുപ്രധാനമായ ചില ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹമാസ് ഈ നിബന്ധനകൾ അംഗീകരിച്ചു എന്നാണ് നമുക്കറിയുന്നത്. ഇസ്രായേലും തത്വത്തിൽ ഇക്കാര്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. അതായത് 3 ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ കരാറാണ് ഇപ്പോൾ ചർച്ചയിലുള്ളത്. ഒന്നാമത്തെ ഘട്ടം 42 ദിവസമായിരിക്കും. ഈ 42 ദിവസത്തിനുള്ളിൽ 33 ബന്ദികളെ ഹമാസ് വിട്ടയക്കും. ഈ കാലയളവിൽ പ്രധാനപ്പെട്ട ഭാഗത്ത് നിന്ന് ഇസ്രായേലി സേന പിൻവാങ്ങും. ഒരു ബന്ദിക്ക് പകരമായി അത് സൈനികരാണെങ്കിൽ 50 ഫലസ്തീൻ തടവുകാരെ വിട്ടു നൽകും. അതല്ല സാധാരണക്കാരാണ് എങ്കിൽ 30 ഫലസ്തീൻ തടവുകാരെ വിട്ടു നൽകും. ഇതാണ് ഒന്നാമത്തെ ഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. രണ്ടാമത്തെ ഘട്ടത്തിൽ നെറ്റ്സരീം ഇടനാഴി അടക്കമുള്ള ഇടത്തു നിന്ന്, അതായത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ തർക്കം നിലനിൽക്കുന്നത് വടക്കൻ ഗസയോട് നേരത്തെയുള്ള തെക്കൻ ഗസയിലേക്ക് കൂട്ടിച്ചേർക്കുന്ന ഭാഗത്ത് ഇസ്രായേലിൻ്റെ നിയന്ത്രണം ഉണ്ടാകുമോ എന്നുള്ളതാണ്. നെറ്റ്സരീം ഇടനാഴി എന്ന് പറയുന്നത് വടക്കൻ ഗസയെയും തെക്കൻ ഗസയെയും വേർതിരിക്കുന്ന ഇടനാഴിയായി പ്രത്യേകമായി ഇസ്രായേൽ ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു മതിലാണ്, അതിർത്തിയാണ്. ഇവിടെ നിന്നും ഇസ്രായേലി സേന പിൻവാങ്ങും എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടത്തിലുണ്ടാവുക. അതിന് പകരമായി കൂടുതൽ ബന്ദികളെ ഇസ്രായേലിന് ഹമാസ് വിട്ടു നൽകും. അതിന് പകരമായി ഫലസ്തീൻ തടവുകാരെ ഇസ്രായേലും വിട്ടു നൽകും. ഇതാണ് രണ്ടാമത്തെ ഘട്ടത്തിലുണ്ടാവുക. ഇതിനോടൊപ്പം തന്നെ 2-3 കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡാണ്. അതായത് കൂടുതൽ ആവശ്യമായ വസ്തുക്കൾ 600 ട്രക്കുകൾ വീതം ഓരോ ദിവസവും യഥേഷ്ടം ഗസയിലേക്ക് ഇസ്രായേൽ കടത്തിവിടും എന്നുള്ളതാണ്. അതിൽ 100 എണ്ണം ഇന്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമായിരിക്കും. അപ്പോൾ കുറേ കാലമായി 15 മാസമായി ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കഴിയുന്ന ഗസയിലുള്ള ആളുകൾക്ക് യഥേഷ്ടം ഭക്ഷണവും വെള്ളവും എത്തും എന്നുള്ളതാണ് ആദ്യ ഘട്ടത്തിൽ ഉണ്ടാവുക. അതിൻ്റെ തോത് കൂടുതൽ വർദ്ധിക്കും. ഓരോ ദിവസവും ഈ മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് കടത്തിവിടും. മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഏറ്റവും സുപ്രധാനമായ ഗസയുടെ പുനർനിർമ്മാണം നടക്കുക. അതിന് ദിവസങ്ങൾ നിശ്ചയിക്കുന്നില്ല. അത് പൂർണ്ണമായിട്ടുള്ളൊരു യുദ്ധവിരാമം എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ രണ്ടാം ഘട്ടത്തിൽ എന്ത് സംഭവിക്കണം എന്നുള്ളത് ഒന്നാം ഘട്ടത്തിലും, മൂന്നാം ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് രണ്ടാം ഘട്ടത്തിലുമാണ് കൂടുതൽ ചർച്ചകൾ നടക്കുക എന്ന് കൂടി ഇതിൽ പറയുന്നുണ്ട്. സുഹൈൽ, അതായത് ഈ 3 ഘട്ടവും പൂർത്തിയാകുമ്പോൾ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിൻവാങ്ങുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായും അക്കാര്യത്തിലാണ് ഈ വെടിനിർത്തൽ ചർച്ചയിൽ ഏറ്റവും വലിയ തർക്കങ്ങൾ നടന്നത്. ഇസ്രായേൽ ഒരിക്കലും പൂർണ്ണമായ യുദ്ധവിരാമം അംഗീകരിക്കില്ല എന്ന നിലപാടിലായിരുന്നു. പക്ഷേ പൂർണ്ണ യുദ്ധവിരാമം ഇല്ല എങ്കിൽ ഞങ്ങൾ ചർച്ചയ്ക്കേ ഇല്ല എന്ന നിലപാടിലേക്ക് ഹമാസും പോയി. അവിടെയാണ് ഏറ്റവും കൂടുതൽ തർക്കങ്ങൾ നടന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന ഈ സീസ് ഫയർ ഡീലിൻ്റെ കരട് പറയുന്നത് പൂർണ്ണമായ യുദ്ധവിരാമമാണ്. മൂന്നാം ഘട്ടത്തിൽ പൂർണ്ണമായും, അതായത് ഏറ്റവും കൂടുതൽ തർക്കം നിലനിൽക്കുന്ന ഫിലാഡൽഫി ഇടനാഴി, നെറ്റ്സരീം ഇടനാഴി അടക്കമുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിന്നും ഇസ്രായേൽ സേന പൂർണ്ണമായും പിൻവാങ്ങും. അതിനുശേഷം ആണ് യുദ്ധാനന്തര ഗസ അതിൻ്റെ പുനർനിർമ്മാണം ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ ആരായിരിക്കും ഗസ ഭരിക്കുക എന്നതിനെക്കുറിച്ച് ഈ ഡീൽ പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇക്കാര്യത്തിൽ ഒരു പദ്ധതി അവതരിപ്പിച്ചു. അതായത് പോസ്റ്റ് വാർ ഗസയെക്കുറിച്ചുള്ള USൻ്റെ പ്ലാൻ അവതരിപ്പിച്ചു. ആ പ്ലാനിൽ പറയുന്നത്, പ്ലാനിൽ ആര് ഭരിക്കണമെന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരണങ്ങൾ അവിടെയില്ല എങ്കിൽ പോലും അവിടെയുള്ള അറബ് രാജ്യങ്ങളും അതേപോലെ തന്നെ അന്താരാഷ്ട്ര സമൂഹവും UN ചേർന്നുകൊണ്ട് ഗസയുടെ പുനർനിർമ്മാണം നിർവഹിക്കണമെന്നും വേറൊരു ഏജൻസിയെ, അതായത് ഹമാസും ഫലസ്തീൻ അതോറിറ്റിയും അല്ലാത്ത മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കണം എന്നുള്ളതുമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഒരു താല്പര്യമായുള്ളത്.